ഹലോ, കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഇവിടുത്തെ ഫുഡിനെ കുറിച്ചൊക്കെ സംസാരിച്ചില്ലേ? ഇന്ന് നമുക്ക് ഇവിടുത്തെ പൂജകളെക്കുറിച്ചൊന്ന് സംസാരിച്ചാലോ? എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, സ്വാതി എങ്ങനെ ഇത്ര പെട്ടെന്ന് അവരുടെ കൾച്ചറുമായിട്ട് അങ്ങ് ജെല്ലായിന്ന്. അത് പെട്ടെന്ന് നടന്നൊരു സംഭവമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനും കുറേ സമയമെടുത്ത് മെല്ലെ മെല്ലെ നോക്കി നോക്കി പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ചുറ്റുമുള്ള എല്ലാവരും ഒരേ കാര്യങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മളും അവരുടെ കൂടെ തന്നെ നിന്ന് കുറച്ച് കുറച്ചായിട്ടൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് പഠിക്കാൻ തുടങ്ങും കേട്ടോ. എനിക്കും അങ്ങനെ തന്നെയാണ് ഞാനിതൊക്കെ പഠിച്ചെടുത്തത്. എൻ്റെ ചെറുപ്പത്തിൽ ഞാനങ്ങനെ പൂജാമുറിയിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ വയ്യായിക വന്നു കഴിഞ്ഞാൽ മാത്രം പോയി വിളക്ക് വയ്ക്കും, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ എക്സാമിൻ്റെ റിസൾട്ടിൻ്റെ സമയത്ത് ഞാൻ അവിടുന്ന് എഴുന്നേൽക്കാറുമില്ല. എന്നെപ്പോലെ അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ പറയാൻ മറക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിൽ ഓണം, വിഷു അതിൽ കൂടുതൽ വലിയ സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മാസത്തിൽ 2 പൂജ വെച്ച് എന്തായാലും ഉണ്ടാവും. ഒരു അമാവാസ്യ വരട്ടെ, ഹുണ്ണിമ വരട്ടെ, അതൊക്കെ ഇവർക്ക് വിശേഷപ്പെട്ട പൂജകൾ തന്നെയാണ് കേട്ടോ. പിന്നെ ദസറ, ദീപാവലിയൊന്നും പറയണ്ട, വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. ഞാനും മെല്ലെ മെല്ലെ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അമാവാസ്യയാണ് കേട്ടോ. ഞാനും രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് എൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരെ ബൈ ബൈ.